കറുപ്പും കോട്ടയത്തല്ലേ? ആ, ഇന്ന് പോവും. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. കാണണം. ഓട്ടം കുളുന്താനെ കണ്ണിയോ? എടാ അച്ചായോ, നീ അങ്ങ് ഏഷ്യാട് അപ്പൂനെ പോലെ ആയല്ലോ. അവന്റെ ഒരു തടിയും വയറും. ഐശ്വര്യമുള്ള പെമ്പിള്ളാര് വെച്ച് വിളമ്പിത്തുന്ന ഇങ്ങനെ. ആ, അതിരിക്കട്ടെ. നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു. ആലിസ് മോളും? ആ, അവളെ മോളെ വീട്ടിൽ കൊണ്ടാക്കി. പ്രൊഡക്ഷൻ നമ്പർ 2. ഇത്ര പെട്ടെന്ന്? ഈ സണ്ണിക്കുട്ടിയുടെ കാര്യമൊക്കെ ഫിങ് ഫിങ് നടക്കും. ആവുന്ന കാലത്ത് വേണ്ടുന്ന പണിയൊക്കെ കഴിച്ചു വെച്ചാൽ വയസ്സുകാലത്ത് താങ്ങാൻ പിള്ളേരെങ്കിലും കാണും. ആട്ടെ, നീ എത്ര ദിവസം അവിടെ കാണും? ആ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആ പാടെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു അവള് പറയാൻ കയറുമ്പോഴാ. അപ്പോ ഇത്തവണത്തെ നിന്റെ എഴുന്നള്ളത്ത് നമുക്കങ്ങ് വേഷ ആഘോഷിക്കണം. എന്താ? ഷെറീഫും വരുന്നുണ്ട്. കത്തുണ്ടായിരുന്നു. ആ, എനിക്ക് എഴുതിയിരുന്നു. ഏതായാലും അവൻ വരുന്ന നന്നായി. പാവം ആ പെങ്കൊച്ചു രക്ഷപ്പെട്ടു. ഏത് പെങ്കൊച്ചു? ഈടെ അവന്റെ കെട്ടിയോളന്ന് കെട്ടിക്കൊണ്ടിട്ടു പോയി പോക്കില്ലേ. ആ, അതുകൊണ്ടെന്താ? വേണ്ടത്ര പണമില്ലേ? പണം കൊണ്ട് എല്ലാം ആയോ? ഭർത്താവ് അരിയില്ലാത്ത സുന്ദരിയായ ഭാര്യയുടെ ഫിങ് ഫിങ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, ബൈ ദ വേ, നിനക്കും കുട്ടിയാളിക്കേക്കും വിസയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് അവ എഴുതിയിരുന്നു. ഞാനും ആ പ്രതീക്ഷയിലാണ്. ധൈര്യമായിരടാ, എല്ലാം അവ ശരിയായിക്കൊണ്ട് വരും. പക്ഷെ കുട്ടിയാലിക്ക് ധൃതി പിടിച്ച് എവിടേക്കോ ചെന്ന് വീഴുന്നുണ്ട്. ഇന്ന് നമുക്ക് രണ്ടാലൊന്നറിയാം. ഈ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിലേ കാലിന്റെ മുട്ട് വരെ തേഞ്ഞാനെ. നമ്മുടെ കുട്ടിയാലിക്കല്ലേ? കുട്ടിയാലിക്കാ നിക്കവിടെ. ഇന്ന് രണ്ടാലൊന്നറിയണം. നമുക്ക് നമ്മുടെ കായ് കിട്ടും. റോഡിൽ കിടന്ന് തീരെ ഫിങ് ഫിങ് ആണ് കുട്ടിയാലിക്ക. ഒന്ന് അറിഞ്ഞ് നമുക്ക് വഴി ഉണ്ടാക്കാം. ഒരു വഴിയും പറയണ്ട. നമ്മുടെ കായ് കിട്ടിയാൽ നമ്മൾ മടങ്ങും. ആ പാവത്തിന്റെ കാശ് കൊടുത്തേ. കാശോ? ഞങ്ങളോ? അല്ലോ, ഇവരല്ല. ആ ആശാൻ കള്ള മിച്ചക്കാരൻ. പമ്പ് മാറ്റത് രൂപക്ക് ചെല്ലുമ്പോ വിസ തരാന്ന് പറയും. വിസക്ക് ചെല്ലുമ്പോ പിന്നെ ആട്ടെ എന്ന് പറയും. ഞമ്മക്ക് ഇനി അവന്റെ വിസയും വേണ്ട കിസയും വേണ്ട. ഞമ്മക്ക് നമ്മുടെ കായ് തന്നാ. അന്നേ ഞാൻ കുട്ടിയാലിക്കോട് പറഞ്ഞ സണ്ണി, രൂപ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണമെന്ന്. ഏതായാലും ഷെരീഫ് വരുമ്പോ വിസ കൊണ്ടുവരും. അതിനു മുമ്പ് കുട്ടിയാലിക്ക് പോകാൻ ശ്രദ്ധിയേ. അവര് ഇവിടെ ഉണ്ടെന്നറിയാം. അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഞമ്മ ദിവസവും പോണതല്ലേ. പോയി പോയി നമ്മുടെ സൈക്കിളിന്റെ ചെയിനും തേഞ്ഞ് നമ്മുടെ പെടലും പൊട്ടും. ഉള്ളത് മുഴുവനും വിറ്റുണ്ടാക്കിയ കാശ. നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മ, ഞങ്ങളൊന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇന്ന് രാത്രി ശാപ്പാട് ഉമ്മയുടെ വക. പറ്റുമോ നീ കാശും തിരിച്ചു വാങ്ങിച്ചോട്. ശാപ്പാട്ടുരാം. ഇട നിനക്ക് വേണ്ടേ? വേണ്ട. കഴിഞ്ഞ വരുന്നാളല്ലേ ഉമ്മ വിളിച്ച കോഴിയുടെ ഫിങ് ഫിങ് ഉണ്ടല്ലോ, ഇപ്പോഴും നാക്കിലിരിക്കുക. മോൻ പോയേച്ചുവാ. ഒരു കോഴിയുണ്ട്, നമ്മളിത് ശരിയാക്കി വെക്കാം. നീ വരുന്നോ? കോഴി ഇറച്ചുള്ള ഇന്ന് ഞാനില്ല. എനിക്കറിയാം കേട്ടോ നീ എവിടാ പോകുന്നത്. നമുക്ക് അമ്മനെ കണ്ടു. മോനെ അടിപടി ഒന്നും ഉണ്ടാക്കല്ലേ. അയ്യോ, ഉമ്മയുടെ കോഴി ഇറച്ചി തന്നെ ഞങ്ങൾ ഇപ്പൊ വരും. വാ. മതി മതി. അപ്പൊ ആശാനെ, ആശാന്റെ ഭാര്യ മക്കളെ വിളിച്ചോണ്ട് വന്നില്ലേ? ഇപ്പൊ അവരെ കൊണ്ടുവന്ന് ശരിയാകത്തില്ല. ഒരു ഇന്റർവ്യൂ കൂടി നടത്തിയിട്ട് കുറച്ച് കാശ് കൂടി അങ്ങ് സംഘടിപ്പിച്ച് നമുക്കത് മുൻകളയാം. വാവിട്ട് കഴിക്കാം. വേണ? ആ, മുങ്ങിക്കോ. പക്ഷേ ഇങ്ങനെ കാശ് തന്നിട്ട് മതി. കാശോ? തന്റെ കാശോ? എന്റെ കാശൊന്നുമല്ല. ദേ ഈ പാവത്തിന്റെ കാശ്. ആ, ഇയാളുടെ വിസയും ടിക്കറ്റും അടുത്ത ദിവസം വരുമല്ലോ അല്ലേ ആശാനെ? അതല്ലേ ഞാൻ ഇങ്ങനോട് പറഞ്ഞു വിട്ടത്. ആ, താൻ പോയി കുത്തിവെച്ച് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് ശരിയാക്ക്. നമ്മൾ കുത്തണമില്ല വെക്കണമില്ല. നമുക്ക് നമ്മുടെ കാശ് കിട്ടിയാൽ മതി. കാശോ? കാശ് തരാനൊന്നും പറ്റത്തില്ല. സംഗതി ശരിയായപ്പോ കാശോ? സംഗതി ശരിയായപ്പോ കാശോ? തന്റെ ഒരു സംഗതി വേണ്ട. മര്യാദ കാശ് വിടണോ? ഒന്ന് ഫോണത്തെ വരട്ടാതെ. നീ സംഗതി മറ്റേ കാശ് അതല്ല നിന്റെ ഭാഗ്യണ്ട. ഇറങ്ങി ആ കാലിലൊക്കെ എനിക്കിടെ പൊങ്ങണം.
താഴോട്ട് നീങ്ങി കുളിച്ചോ കളിക്കുതേ ഇവിടെ പിംപിം ആക്കി നമ്മള് ഞമ്മ ഓടെ വെച്ച് മറിച്ച് തരാം നീ കുണി പഴയൊക്കെ അയച്ചിട്ട് ഒന്നും വെക്കാം മഞ്ഞത്തടക്കണം ഇങ്ങനെയാണ് പോകുന്നത് പാവങ്ങളുടെ കാശ് വെച്ചിക്കല്ലടാ തിരിച്ചു കൊടുക്കടാ നീ തന്നിക്കുട്ടിയെ തല്ലിയല്ലേ തണ്ണിമോനെ മയ്യത്തിന്റെ മണം കേൾക്കണമെങ്കിൽ ഓടിവാ എന്താ ഇവര് മോനെ ഈ അടി ഇടിന്നൊക്കെ പറഞ്ഞാലേ ഞമ്മള് ഗാമയുടെ ശിഷ്യനാണ് കേട്ടക്കടാ ഇവിടെ കൊടുക്ക് കൊടുക്കട്ടെ കൊണ്ടാ പിന്നെ വല്ലപ്പോഴും വരുമ്പം ഈ വഴി കയറാം വരട്ടെ പിന്നെ ബിസേ എണ്ണ ഇട്ട് തടവി ചൂടുവെള്ളത്തിൽ കുളിച്ചോ അയ്യോ അവര് പോയോ? അവന്മാര് പറഞ്ഞു കേട്ടില്ലേ വിസയും ടിക്കറ്റും റെഡിയാണെന്ന്. ഇത് നേരാവോ? ഈ വിസ എന്ന് പറയുന്ന വല്ല മാവേലിശ്വരം കിട്ടുന്ന നിങ്ങളുടെ നേരം നിങ്ങളെ പോലെ ചില മണ്ടന്മാരെന്ന് വീഴും ഓരോ തന്നെ വലയില്. ഒന്നടങ്ങ്, നാളെ ഷെറീഫ് വരുന്നത്. എന്നാ നമ്മൾ ഒന്നുകൂടി തല്ലിട്ട് വരാം. കുട്ടിയാലിക്ക് വീട്ടിൽ ചെന്ന് ഉമ്മ എടുത്ത് കോഴിയൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണം. സണ്ണിക്കുട്ടി പോയി 2 ഫിങ് അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മളും കൂടെ വരാം. അവിടെ നിന്ന് 2 താറാമുട്ട മേടിച്ചു തരുമോ? നമുക്ക് വാങ്ങിച്ചു തരാം. എത്ര നല്ല പ്രതീക്ഷ. പക്ഷെ ജീവിതം യാഥാർത്ഥ്യങ്ങൾ കൂടി ബാലേട്ടൻ ചിന്തിക്കണം. എന്റെ ജീവിത സങ്കല്പങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരമൊരു ജീവിതം നിനക്ക് ഇഷ്ടമല്ലേ നന്ദി? സമ്പന്നമായൊരു ജീവിതം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ? അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ദുബായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഈ ആശയും വാശിയും നിന്റേത് കൂടിയല്ലേ? ബാലേട്ടനാണ് എന്റെ എല്ലാം. ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരില്ല, വരെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ വാക്ക് മാത്രം മതി. പിന്നെ എത്ര നാളെ അങ്ങനെ ഒളിച്ചും പതുങ്ങി? എന്നിട്ടും കുസൃതിക്ക് കുറവൊന്നുമില്ലല്ലോ. ഇന്ന് തല്ല് കിട്ടിയത് തന്നെ വീട്ടിൽ നിന്ന്. ഒരു അമ്പലത്തിൽ പോക്ക്. വീടല്ലേ? ഏയ് പോട്ടെ, ഇപ്പൊ പോയിക്കോ, നാളെ വരണം. നളിനി, മോളെ നളിനി, എടി നളിനി. ഓ, എന്താണ് നിങ്ങൾ കിടന്നോണ്ട് ഈ തൊള്ള തുറക്കുന്നത്? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. എന്താണ് നീ പറയണത്? നീ കൂടി പോകാതെ അവൾ ഒറ്റയ്ക്ക് അയച്ചോ? അവൾ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല. അയ്യോ, നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? പെണ്ണ് കൊച്ചായിരുന്നേലും ഭയപ്പെടേണ്ട ഈ സമയത്താ. പേരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് അമ്മമാരെ തീ തിന്നുന്ന സമയമാ. പെങ്ങണ മോന് മാത്രമല്ലേ മോളെ കെട്ടിച്ചു കൊടുക്കൂ. എവിടെയായിരുന്നു ഇത്ര നേരം? അത്താഴ പൂജ കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഒന്നുകിൽ ഏതിനൊരു അവസാനം വേണം, അല്ലെങ്കിൽ ഒരു തുടക്കം. അവന്റെ കാര്യത്തിൽ രണ്ടുമില്ലല്ലോ. ദുബായിക്ക് പോണോന്നൊക്കെ പറയുന്നത് ചിലപ്പോ നടന്നില്ലെന്നും ഒക്കെ വരും. ഈ പരിതസ്ഥിതി കല്യാണം അങ്ങ് നടത്തിയിട്ട് ദുബായിക്ക് പോണോന്നോ പോണ്ടെന്നോ അവര് തീരുമാനിക്കട്ടെ. la 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 la
ബഹുമാനപ്പെട്ട നിന്റെ ഭർത്താവ് വരുന്നല്ലോടി. എന്റെ സാബിറ, എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നു. രാത്രി നടക്കാനുള്ളത് പകലെ സ്വപ്നം കണ്ടു തുടങ്ങിയോ പെണ്ണെ? കളിയാക്കണ്ട. ഇങ്ങനെ ഒരു ദിവസം വന്ന നിന്റെ ഗതി തന്നെയാ. സാബിറ, എന്താണുമ്മ? എനിക്ക് കയ്യെത്തനില്ല. മൂളിതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചേ. ചെക്കൻ വന്ന് കണ്ടാ ഇത്രയും നാളും തൂത്ത് ഉടച്ചു വെച്ചൊക്കെ വെറുതെ ആവും. കൊണ്ടുവന്ന കിട്ടണ്ട. ആലീസല്ലേ? ആ മോളെ, ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഡോക്ടറെ കണ്ട? എന്തുണ്ട് വിശേഷം? ആ പിന്നെ തങ്കച്ചായ വരുമ്പോഴേ ആ റബ്ബറിന്റെ കാശ് വാങ്ങിച്ചു വെച്ചേക്കണം. അത് ഞാൻ ഭയങ്കര ഉഴപ്പനാ. ആ ഞാൻ വരാൻ വൈകും. ഇല്ലില്ല, ഇന്നാ പരിപാടിക്കൊന്നുമില്ല. ആ വെക്കട്ടോ. കല്യാണം കഴിഞ്ഞു എനിക്കറിയാമോ? എന്താ കുട്ടിയിലേക്ക് കാണിക്കുന്നത്? ഇയാളെ കൊണ്ട് അടുത്ത് പോകാൻ വയ്യെന്ന്. ഞമ്മിച്ച് ഐസ് വെള്ളം കുടിക്കാൻ പോയതാണെന്ന്. അല്ല, ഐസ് വെള്ളം കുടിച്ചപ്പോഴേ ഇവിടെ മുതല് ഇവിടം വരെ തണുപ്പ്. അപ്പൊ ദുബായിൽ എന്തായിരിക്കും? അവൻ കസ്റ്റംസ് ക്ലിയറൻസ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരാൻ വൈകും. നമുക്ക് വെളി അറിയിക്കാം. ഇനിയും വൈകും? എടാ, അങ്ങോട്ട് പോകാൻ മാത്രമല്ല, ഇവിടെ വന്നിറങ്ങിയാലേ വെളിയിലോട്ട് ഇറങ്ങാനും പ്രയാസം. അപ്പൊ ഞാൻ അവന്റെ കൂടെ വരാം. മര്യാദയ്ക്ക് ഇതിനെ പോലീസ് ഓടിച്ചോട്ടും കേട്ടോ. ഇന്നാള് ഞമ്മൊരു സിനിമയിൽ കണ്ട പോലെ പ്ലെയിനിന്റെ വാതില് തുറന്ന് കൈ തന്ന് ഇറങ്ങിക്കണ്ടിട്ട് വരണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ഇതിപ്പോ കാഴ്ചകൾ അതിന് പാമ്പനെ കാണാൻ പോയ പോലെ. എയർപോർട്ടിൽ ചില നിയമങ്ങളൊക്കെ കുട്ടിയാലിക്ക സിനിമയിലെ പോലെ പറ്റുമോ? അല്ലേ കേട്ടിയോ? എന്തോ 50 ഉറുപ്പിയും കൊടുക്കട്ട് കുട്ടിയാലിക്ക. ദുബായിക്കാരന്റെ കാശാ, കൊടുക്കട്ട്. ആ അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ നമ്മളെ ദുബായി കൊണ്ടോട്ടാ. ഇതുപോലെ ഒരു കാൽക്കുപ്പായ എളുപ്പം കിട്ടില്ല. നിങ്ങൾ വണ്ടി എന്റെ കുട്ടിയാലിക്ക ഒന്ന് കേറുവായോ? എവിടെ ഇതിന്റെ ഫിങ് ഫിങ് എവിടെ ഇരിക്കൊന്നുമില്ല. ഞാൻ ഭാഗ്യം. തന്നെ എവിടെ നിന്ന് കിട്ടിയടാ ഈ വാഹനം? ഒന്ന് പതുക്കെ പറ. ഉടമസ്ഥരാകാരം കേട്ടല്ലേ ഇവന്റെ പണി ഫിങ് ഫിങ് ആവും. വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവന്ന ട്രക്കറാ. ഞാനൊരു ലൈനിൽ ഇവനെ ഒപ്പിച്ചു. ഷെറീഫ്, കഴിഞ്ഞ പ്രാവശ്യം നിനക്കൊരു വാഹനം വീട്ടിൽ വാങ്ങിയിട്ടേച്ച് പോകാമായിരുന്നില്ലേ? ഭാര്യയും ഉമ്മയും മാത്രമുള്ള വീട്ടില് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്നെ കിട്ടില്ലടിയാ. കണ്ണി പറഞ്ഞു നീ ഇറങ്ങി വരാൻ നേരം വെളുക്കുന്നൊക്കെ. ആ അതൊക്കെ പൂത്തിയും താത്തിയും കൊണ്ടുവരുന്നവർക്കാ കുട്ടിയാലിക്ക. ഒരു കൊല്ലം കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിലെത്തണമെന്നായിരുന്നു എന്റെ മോൻ. സിംഗ് സിംഗ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അടിച്ചിട്ട് ഒരു കൊല്ലമായി. ഇവിടുത്തെ അടിച്ച കണ്ണും മൂക്കൊക്കെ പോക്കാന്ന് ഞാൻ നിർത്തി. രാത്രി കൂടണം. ഇരിപ്പുറയ്ക്കുന്നില്ലല്ലേ മോളെ?
പോകുന്നു. നോക്കിയിട്ടുണ്ട് വലിയ മോനെ മോനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സണ്ണിയും ബാലനൊക്കെ അപ്പുറത്തിരിക്കുക. ഉമ്മ അങ്ങോട്ടേ. ആ അത് ശരി, ഇവിടെ ഒന്ന് ഒളിച്ചു നിൽക്കാണോ? ഞാൻ മാത്രമല്ല, അദ്ദേഹം എത്തിയിട്ടുണ്ട്. എടാ ഷെരീഫേ, വന്നെ കൂട്ടാതെ ഒന്ന് ഇറങ്ങി വാടാ. ഈ കഴിവേറവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഞാനിപ്പോ വരാം. എന്റെ ഉമ്മയ്ക്ക് സാബറയ്ക്ക് ഇവിടെ ആ എയർപോർട്ട് വരെ വന്നുകൂടായിരുന്നോ? എന്റെ പൊന്നു മോനെ, ഞാൻ മക്കാവേലും കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ. ആ നിങ്ങളിരി, വല്ലതും കഴിച്ചോണ്ട് പോ. വല്ലതും കഴിക്കാം. എടാ പെരുവയറ, ഒന്ന് അടങ്ങ്. ഉമ്മ ഒന്ന് വിളമ്പിക്കോട്ടെ. ആ ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല. നീ ഇതിനുള്ള കൂലി എന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. ദുബായിൽ നിന്ന് വരുന്നതല്ലേ, കിലോമീറ്ററിന് 5 രൂപ. സാധനങ്ങൾ കയറ്റിയതിനും ഇറക്കിയതിനും അട്ടിമറി വക രൂപ 100. അത്രേ മതിയോ? നാളെ രാത്രി സണ്ണിയുടെ മുറി വെച്ച് കണക്ക് തീർത്ത് വരാം. പോരെ? ഇന്ന് എനിക്ക് ലീവ് തടാ മോനെ. ശരിയാ സണ്ണി, ഇന്ന് അവന് ക്യാഷ് ലീവ് കൊടുത്തേക്കാം. എന്താ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ പെണ്ണും പിള്ള സിക്ക് ലീവിലാണെങ്കിലോ മഹാഭാവി കരിനാക്കോടൊന്നും പറയാതെ 1 കൊല്ലം കഴിഞ്ഞ് വന്നതാണ്. ആ ഇനി വെച്ചിട്ടുണ്ട, എനിക്ക് കൊണ്ടുവന്ന സാധനം ചെയ്യാന്നേക്ക്. ഒന്ന് അടങ്ങന്റെ സണ്ണി, അവനെങ്ങും പോണില്ലല്ലോ. ഇന്ന് ഐശ്വര്യമുള്ള ദിവസമാണ് എന്റെ കുട്ടിയായിരിക്കാൻ. സ്കോച്ച് കുടിക്കണമെങ്കിൽ ഇന്ന് കുടിക്കണം. ഓ കുടിക്കണം. ഷെറീഫിന്റെ സ്ഥാപന സ്വർഗത്തിലെ ഇന്ന് നീ കട്ടൂർ മാവണ്ട. എന്റെ ബാല കുട്ടിയായിരിക്കാതെ ഉമ്മ വെച്ചുവിടമെന്നെ മണം അടുക്കളയില്. ഇച്ചിരി ചോറുണ്ടേച്ച് വരാം. മനുഷ്യ അധ്വാനിക്കുന്നതിനായ കുറച്ച് നിന്റെ വിശപ്പ് ഞാൻ മാറ്റി. ചായ നമ്മുടെ സ്വർഗത്തിൽ കട്ടൂർ മാവണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അല്ലോ ചായ കുടിക്കാതെ പോയോ? ഇന്നത്തെ ചായ മുഴുവൻ നമുക്ക് കുടിക്കാം. നീ വാ. ആ നടക്ക് നടക്ക് നടക്ക്. സാരി പിടിച്ചു നോക്കാം. സാരിയുടെ കുറവ് തന്നെ പിടിച്ചു. ഇഷ്ടം പോലെ സാരി. എന്താ വേണ്ടത്? ആ തേപ്പ്. തിരിച്ചു പോകാൻ ടിക്കറ്റും ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്ക്. വേണ്ട, നിങ്ങൾ കെട്ടിയോളും കൂടി എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോളെ ആ വാതിലും വിചാരിക്കും. ആ ഇതിന്റെ അകത്തുള്ളതെല്ലാം നമ്മുടെ കെട്ടിയൊക്കെയുള്ളതാ. നമുക്ക് പിന്നെ അല്ലാതെ എനിക്ക് വേറെ കെട്ടിയുണ്ട്. ആ അല്ലോ, അത് നമ്മുടെ സണ്ണിക്കുള്ള മരുന്ന. ഇവിടെ ഇരിക്കട്ടെ. കാര്യം ഇങ്ങോട്ട് വരുന്നില്ല. വന്നാ തന്നെ കാണണ്ട. വീട്ടില് ചെറിയൊരു ജോലിക്ക് അങ്ങ് നിർത്തിയാളിയാ. വാലീസ് വീട്ടില്ലാത്തപ്പോ സായോ ചില്ലറ തട്ടും മുട്ടും. അമ്മേ ഭഗവതി,
ഷെരീഫ് വീട്ടിലെത്തിയോ മോനെ? ആ വന്നു. അവനെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞങ്ങൾ വരുന്നത്. എന്താന്ന് അറിഞ്ഞൂടമ്മേ, ഭയങ്കര വിഷം. തുടങ്ങി തീറ്റിപ്പണ്ടാണ്. ഇന്ന് ഏകാദശിയാരാ? ഉപ്പും പഴവും മാത്രമേ കാണൂ. സാർ ഇതിലിട വേണ്ട, ഞാൻ അമ്മയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കേറ്, കേറ്.